അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ കറിയാണ്. ഈ കറിക്ക് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണാം. 500 ഗ്രാം പനീർ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, അണ്ടിപ്പരിപ്പ് 1 കപ്പ്, മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിക്കുക, 3 പച്ചമുളക് റൗണ്ടിൽ മുറിക്കുക, നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണ്, 2 കപ്പ് പുളി കുറഞ്ഞ തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂണ്, കസൂരി മേത്തി പൗഡർ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് ജീരകം, 3 കറാമ്പ്, 3 ഏലക്കായ. ആദ്യം കാഷ്യൂ നട്ട്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കാഷ്യൂ നട്ട്സിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് മൂടി വെക്കുക. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ച പനീർ എടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കസൂരി മേത്തി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ, കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കാഷ്യൂ ഇപ്പം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. 2 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഉടച്ചെടുത്ത പുളി കുറഞ്ഞ തൈരിലേക്ക് ഈ കാഷ്യൂ പേസ്റ്റ് ഒഴിക്കുക. ഇതിൽ 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. മസാല പുരട്ടി വെച്ച പനീർ ഓരോന്നോരോന്നായി പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പനീറിൻ്റെ എല്ലാ സൈഡും ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പനീറിൻ്റെ എല്ലാ സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യണ്ട. പെട്ടെന്ന് സൈഡ് മാറ്റി മാറ്റി കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. നെക്സ്റ്റ് കറി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. 3 ഏലക്കായ, 3 കറാമ്പ്, 1/2 ടീസ്പൂൺ ജീരകം, ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈര് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് ഒഴിച്ച കാരണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുത്താൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കറി തിക്കായി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറി കുറച്ച് ലൂസാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് ആവുമ്പോൾ തന്നെ കറി ഇതുപോലെ തിക്കിൽ വരും. സൈഡിൽ നിന്നൊക്കെ ഓയിൽ തെളിഞ്ഞു വരും. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പനീർ പൊട്ടിപ്പോവാത്ത വിധത്തിൽ സ്ലോലി ഇളക്കുക. പനീർ കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അര ടീസ്പൂണ് ഗരം മസാല പൗഡർ, അര ടീസ്പൂണ് കസൂരി മേത്തി പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ശ്രദ്ധിച്ച് വീണ്ടും ഇളക്കുക. കറി ഇതുപോലെ ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് തിക്കായി പോവാൻ പാടില്ല. പിന്നെ പുളിയുള്ള തൈരാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ തൈരിലെ പുളി കുറഞ്ഞു കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.